നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ മൂന്നാമത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? കിർഗിസ്ഥാൻ, ന്യൂഡൽഹി, ഖത്തർ, ഒമാൻ. ഖത്തറിൽ വെച്ചാണ് നടന്നത്. സുജാത സൗനിക് ഏത് സംസ്ഥാനത്തിൻ്റെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറിയായി? രാജസ്ഥാൻ, ഹരിയാന, മഹാരാഷ്ട്ര, ഗുജറാത്ത്. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ചീഫ്. സെനോഫ്രിസ് അബദാനി ഏത് ഇനത്തിൽ പെട്ടതാണ്? ചിലന്തി, മത്സ്യം, തവള, ഉറുമ്പ്. സെനോഫ്രിസ് അബദാനി തവളയുടെ ഒരു ഇനമാണിത്. ഏത് സംസ്ഥാനത്താണ് ഗർഗർ സോളാർ സംരംഭം ആരംഭിച്ചത്? പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, ആസാം, മണിപ്പൂർ. ഗർഗർ സോളാർ സംരംഭം ആരംഭിച്ചത് ഉത്തർപ്രദേശിലായിരുന്നു. ഏത് രാജ്യത്തെ ഭൗമശാസ്ത്രജ്ഞനാണ് പുതിയ നിയോബിയം സ്കാൻഡിയം ധാതുക്കൾ കണ്ടെത്തിയത്? ഇന്ത്യ, ചൈന, റഷ്യ, ഫ്രാൻസ്. ചൈനയിലെ ശാസ്ത്രജ്ഞർ. സുഗിന്ദ വാലി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സുഗിന്ദ വാലി ഉത്തരാഖണ്ഡ്, സിക്കിം, ജാർഖണ്ഡ്, ഒഡീഷ. സുഗിന്ദ വാലി സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. മഞ്ചീര വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക, തെലുങ്കാന, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്. മഞ്ചീര വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തെലങ്കാനയിലാണ്. ഈസ്റ്റേൺ ഫ്ലീറ്റിലെ ഏറ്റവും മികച്ച കപ്പലായി തിരഞ്ഞെടുക്കപ്പെട്ട INS ഏതാണ്? INS വഗീർ, INS ശക്തി, INS ഡൽഹി, INS കരഞ്ച്. INS ഡൽഹി എന്ന കപ്പലാണ്. ബോധ്ശാല സമുച്ചയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. ബോധ്ശാല സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. സമ്പർക്കമില്ലാത്ത നിഗൂഢ ഗോത്രത്തെ എവിടെയാണ് കണ്ടെത്തിയത്? ഓസ്ട്രേലിയ, പെറു, ഇന്ത്യ, ചിലി. സമ്പർക്കമില്ലാത്ത നിഗൂഢ ഗോത്രത്തെ കണ്ടെത്തിയതെവിടെ? പെറുവിലാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് മാലിന്യസഞ്ചികൾ കൊണ്ടുപോകുന്നത് നിർബന്ധമാക്കിയത്? സിക്കിം, മേഘാലയ, ഉത്തരാഖണ്ഡ്, ആസാം. സിക്കിമാണ്. 1600 ടൺ ലിഥിയം വിഭവങ്ങൾ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത്? കർണാടക, കേരളം, രാജസ്ഥാൻ, ഗുജറാത്ത്. കർണാടകയിലായിരുന്നു. മാക്കോ മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? ഇന്ത്യ, ജപ്പാൻ, ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. മാക്കോ മിസൈൽ വികസിപ്പിച്ചെടുത്തത് US ആണ്. സാഡോ ഗോൾഡ് മൈൻ ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? സാഡോ ഗോൾഡ് മൈൻ തായ്ലാൻഡ്, ഇന്തോനേഷ്യ, ഇന്ത്യ, ജപ്പാൻ. സാഡോ ഗോൾഡ് മൈൻ സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലാണ്. ഉത്തർപ്രദേശ് സർക്കാർ ഏത് ജില്ലയിലാണ് 1200 മെഗാവാട്ട് പമ്പ്ഡ് സ്റ്റോറേജ് പവർ പ്രൊജക്റ്റിന് അംഗീകാരം നൽകിയത്? ആഗ്ര, മിർസാപൂർ, സോൻഭദ്ര, അലിഗഡ്. സോൻഭദ്രയിലാണ്. ഫറാക്ക ബാരേജ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണ, ഗോദാവരി, ഗംഗ, കാവേരി. ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്. 61ാമത് ദേശീയ ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? വിക്രാന്ത് സിംഗ്, കാർത്തിക്, സൂര്യ ശേഖർ, നീലാഷ് സാഹ. കാർത്തിക് ആയിരുന്നു. പറക്കമുറ്റാത്ത പക്ഷിയായ എമു ഏത് രാജ്യക്കാരനാണ്? ഇന്തോനേഷ്യ, ഇന്ത്യ, ചൈന, ഓസ്ട്രേലിയ.
ഓസ്ട്രേലിയക്കാരനാണ്. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ സൂചിക 2022 ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, കേരളമാണ്. ചീറ്റയും ചേതയ്ക്കും ഇന്ത്യയുടെ ഏത് സൈനിക ഉപകരണങ്ങളുടെ പേരുകളാണ്? യുദ്ധക്കപ്പലുകൾ, ഹെലികോപ്റ്ററുകൾ, മിസൈലുകൾ, അന്തർവാഹിനികൾ. ഹെലികോപ്റ്ററുകളുടെ പേരുകളാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന നടത്തുന്ന വ്യോമാഭ്യാസത്തിൻ്റെ പേരെന്താണ്? സുന്ദർശൻ, വികാസ്, സംപ്രീതി, പൂർവി ആകാശ്. പൂർവി ആകാശ് എന്നാണ്. ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഏതൊരു ഇന്ത്യൻ നഗരത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്? പനാജി, സൂറത്ത്, കൊച്ചി, വാരണാസി. വാരണാസിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. നാവികസേനയുടെ വൈസ് ചീഫ് റോൾ ഏറ്റെടുത്തത് ആരാണ്? കരിംബീർ സിംഗ്, ഹരികുമാർ, അനിൽകുമാർ ചൗള, ദിനേശ് കെ ത്രിപാഠി. ദിനേശ് കെ ത്രിപാഠിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗതിശക്തി റിസർച്ച് ചെയർ ഏത് സ്ഥാപനത്തിലാണ് സ്ഥാപിതമായത്? ബോംബെ, കാൺപൂർ, ഷിംലോഗ്, അഹമ്മദാബാദ്. ഷിംലോക്കിലാണ്. വെടിക്കോപ്പുകളുടെയും മിസൈലുകളുടെയും നിർമ്മാണത്തിനുള്ള ആദ്യത്തെ സ്വകാര്യ മേഖലാ സൗകര്യം എവിടെയാണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. രാജസ്ഥാനിലാണ്. പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണുന്ന ലോഹം ഏത്? ചെമ്പ്, ഇരുമ്പ്, വെള്ളി, സ്വർണം. പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണുന്ന ലോഹം ഏത്? സ്വർണമാണ് ശരിയായ ഉത്തരം. പാകം ചെയ്ത് കഴിയുന്ന ആഹാരത്തിൽ നിന്ന് ലഭിക്കാത്ത ജീവകം ഏത്? ജീവകം സി, ജീവകം ബി, ജീവകം കെ, ജീവകം എ. പാചകം ചെയ്ത് കഴിഞ്ഞാൽ ജീവകം സി നഷ്ടമാകും. പെട്രോളിയം ഖനനവും ശുദ്ധീകരണവും ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ഏത്? ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന. മധ്യപ്രദേശായിരുന്നു ആരംഭിച്ചത്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ഏത്? സൾഫർ, കാർബൺ, മഗ്നീഷ്യം, സോഡിയം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം മഗ്നീഷ്യമാണ് ശരിയായ ഉത്തരം. ഏതു വർഷമാണ് നോർക്ക ആരംഭിച്ചത്? 1995, 1994, 1996, 1993. നോർക്ക ആരംഭിച്ചത് 1996 ലോക സമുദ്ര ദിനത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏത്? ഭൂട്ടാൻ, നേപ്പാൾ, ഇന്ത്യ, ബ്രസീൽ. ലോക സമുദ്ര ദിനത്തിന് തുടക്കം കുറിച്ചത് ബ്രസീലായിരുന്നു. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ആരാണ്? AG ഒലീന, ഉഷ വർമ്മ, കന്യ തെരേസ, റോസ് ചാക്കോ. സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ആരാണ്? AG ഒലീനയാണ്. കൊറോണ രോഗം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതേ പേരിൽ കാർ പുറത്തിറക്കിയ പ്രശസ്ത കമ്പനി? ഹോണ്ട, സുസുക്കി, മഹീന്ദ്ര, ടൊയോട്ട. ടൊയോട്ടയാണ് ശരിയായ ഉത്തരം. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന്? ജൂലൈ 28, ജൂൺ 29, മെയ് 5, ഒക്ടോബർ 17. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28 ബഹിരാകാശത്തെ മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനായി തടി കൊണ്ട് ഉപഗ്രഹം നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യം? സിറിയ, നേപ്പാൾ, ജപ്പാൻ, റഷ്യ. ജപ്പാനായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി ഓങ്കോളജി ലബോറട്ടറി സ്ഥാപിച്ച സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്, കേരളം, ബീഹാർ, ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ ആദ്യമായി ഓങ്കോളജി ലബോറട്ടറി സ്ഥാപിച്ചത് കേരളമായിരുന്നു.
ലോകാരോഗ്യ സംഘടനയുടെ ഇക്കൊല്ലത്തെ ലോക പുകയില വിരുദ്ധ ദിന പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം മിസോറാം, ന്യൂഡൽഹി, ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്. ജാർഖണ്ഡാണ് ശരിയായ ഉത്തരം. നവകേരളത്തിൽ ഹെൽത്ത് ATM നിലവിൽ വന്ന ആദ്യ ജില്ല ഏത്? വയനാട്, കണ്ണൂർ, കോട്ടയം, എറണാകുളം. എറണാകുളത്തായിരുന്നു. കോവിഡ് വാക്സിനേഷൻ പ്രോഗ്രാം അവസാനിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യം? പാരീസ്, കാനഡ, ഡെൻമാർക്ക്, സിറിയ. കോവിഡ് വാക്സിനേഷൻ പ്രോഗ്രാം അവസാനിപ്പിച്ച ലോകത്തിലെ ആദ്യ രാജ്യമായിരുന്നു ഡെൻമാർക്ക്. സംസ്ഥാനത്തെ ആദ്യ മോഡൽ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത്? തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട. തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. പാക് കടൽ നീന്തിക്കടന്ന ആദ്യ മലയാളി ആര്? ശശിധരൻ, കുഞ്ഞാലിക്കുട്ടി, മുരളീധരൻ, രഘുനാഥ് KS. പാക് കടൽ നീന്തിക്കടന്ന ആദ്യ മലയാളിയാണ് മുരളീധരൻ. ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനായുള്ള രാജ്യത്തെ ആദ്യ ജീൻ ബാങ്ക് പദ്ധതി നിലവിൽ വരുന്നത് എവിടെ? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മേഘാലയ, മിസോറാം. മഹാരാഷ്ട്രയിലാണ്. സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജിമാരുടെ എണ്ണം എത്ര? 5, 4, 3, 6. സുപ്രീം കോടതിയിലെ വനിതാ ജഡ്ജിമാരുടെ എണ്ണം 4 വനിതാ ജഡ്ജിമാരാണ് ഉള്ളത്. വന്ദന കടാരിയ ഏത് കായിക ഇനവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, ചെസ്. വന്ദന കടാരിയ ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്ത് എത്ര വയസ്സിന് താഴെയുള്ളവർക്കാണ് സർക്കാർ ആശുപത്രികളിൽ പൂർണ്ണമായും സൗജന്യ ചികിത്സ നൽകുന്നത്? 10 വയസ്സ്, 20 വയസ്സ്, 18 വയസ്സ്, 15 വയസ്സ്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക്. ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയവർക്ക് 10% സാമ്പത്തിക സംവരണം അനുവദിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം? പഞ്ചാബ്, കേരളം, ഗുജറാത്ത്, ഹരിയാന. കേരളമാണ് ശരിയായ ഉത്തരം. നന്ദനാർ സാഹിത്യ പുരസ്കാരം നേടിയത് ആര്? വിവേക് ചന്ദ്രൻ, MK സുഭാഷ്, RS ഗോപാൽ, മന്നത്ത് ഗോകുൽ. നന്ദനാർ സാഹിത്യ പുരസ്കാരം നേടിയത് വിവേക് ചന്ദ്രൻ ആയിരുന്നു. സംസ്ഥാനത്ത് ജൈവ വൈവിധ്യ ബോർഡിൻ്റെ സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്നത്? കൊയിലി, മണ്ണാർക്കാട്, വള്ളക്കടവ്, കുടക്കച്ചിറ. വള്ളക്കടവാണ്. ഏത് സംസ്ഥാനത്താണ് തപാൽ വകുപ്പ് ആദ്യമായി ഡ്രോൺ ഉപയോഗിച്ച് മെയിൽ വിതരണം ചെയ്തത്? കേരളം, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ. ഗുജറാത്തിലായിരുന്നു. സ്ത്രീകളിൽ കാമം കൂടുതലുള്ള ഭാഗം ഏത്? യോനി, സ്തനം, കണ്ണ്, നിതംബം. സ്ത്രീകളിൽ കാമം കൂടുതലുള്ള ഭാഗം എന്ന് പറയുന്നത് കണ്ണാണ്.